ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹൈ ആരാധകരെ, ശാന്തരാഘവൻ. അപ്പോൾ ഈ നമ്മൾ ഇന്ന് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൽ തന്നെ എത്തിയിരിക്കുന്നത്. അതേപോലെ ഇന്ന് നമ്മൾ പണി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാക്ടറിയിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് കൂടി കഴിഞ്ഞാൽ നാളെ വേറൊരു എപ്പിസോഡും കൂടി വരും, അതും കൂടി കണ്ടേക്ക്. കോമഡി അല്ലേ? അപ്പോൾ ഇന്ന് എന്താ ഞാൻ സീരിയസ് ആവാൻ പോവുകയാണ്. സീരിയസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊറിയൻ ഡ്രാമയിലുള്ള സീരിയസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു കിടിലൻ സീരിയസ് ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടൊരു സീരിയസ് ആണ്, അതുകൊണ്ടാണ് ഞാനത് സീരിയസ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറി ഈ ഒരു എപ്പിസോഡും കഴിഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡും കൂടി ഉള്ളൂ. ആ ഒരു എപ്പിസോഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ പൈപ്പ് ലൈനിൻ്റെ എപ്പിസോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കണം. അതുകൊണ്ട് ഈ ഫാം പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ കെൽപ്പ് ഫാം ആൻഡ് കാക്ടസ് ഫാം. അപ്പോൾ ഈ കാക്ടസ് ഫാമിനുള്ള ഐഡിയ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതൊരു കഥയാണ്. ഞാൻ ഇങ്ങനെ ഡെസേർട്ടിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. കയ്യിൽ ഫുഡില്ല, കയ്യിൽ ടൂൾസ് ഇല്ല, ഒന്നുമില്ല. നടക്കുമ്പോൾ ഫ്രണ്ടിൽ ഇതേ ഒരു കാക്ടസ്. അപ്പോൾ ഈ കാക്ടസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ കാക്ടസ് കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് ഓടിയപ്പോൾ അതിൻ്റെ മുള്ളെൻ്റെ ഹൃദയത്തിൽ തറച്ചു കയറി. നമ്മുടെ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണല്ലോ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് എന്നാണല്ലോ പറയപ്പെടുന്നത്. അതേപോലെ എൻ്റെ മേത്ത് മുള്ളു കുത്തിയോണ്ടാണ് എനിക്ക് കാക്ടസ് ഫാം ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫാംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ കാക്ടസ് ഫാം പ്ലസ് കെൽപ്പ് ഫാമാണ്. ഒരു ഫാമല്ല, അത് രണ്ട് ഫാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ടസ് ഫാമിനുള്ളതാണ്. ഇത്ര കാക്ടസ് ഒന്നും വേണ്ട. പിന്നെ കാക്ടസ് എനിക്ക് അവിടുന്ന് ആകെ കിട്ടിയത് ഒരു 10-15 ആയിരുന്നു. ഞാനത് അവിടെ പോയിട്ട് തന്നെ ഞാനത് ഫാം ചെയ്തിട്ട് ഒരു സ്റ്റാക്കാക്കി. അത് വലിയൊരു ഇതായിരുന്നു. അപ്പോൾ അത് കുറേ സമയം എടുത്തു. പിന്നെ ഞാൻ അതന്നെ ഇത്ര റിസോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൽപ്പ് ഫാം ചീപ്പ് ഫാമാണ്. ചീപ്പ് ഫാം ആയതുകൊണ്ട് തന്നെ കൽപ്പ് ഫാം ഉണ്ടാക്കാൻ സുഖമാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു സാധനം കൂടി വേണം, വാട്ടർ ബക്കറ്റ്. ഇതിലുണ്ട്, അതിന് പൈലൊന്നും വെക്കണില്ല. അപ്പോൾ എന്തായാലും അത് അതിൽ ചെസ്റ്റൊക്കെ മറന്നിക്കണില്ലേ, പ്ലാങ്ക്സ് ഉണ്ടല്ലോ, നമ്മൾ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും രാത്രിയായി, നമുക്കൊന്ന് കയറി കിടന്നിട്ട് ശുഭദിനം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. രാവിലായി. അപ്പോൾ പുതിയൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബിൽഡ് ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടും ടൈം ലാപ്സ് ആവും. രണ്ടും ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിക്കണമെങ്കിൽ ആ മറവിയാണ് മാറ്റി വെച്ചാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്ക്. 300 സബ്സ്ക്രൈബേഴ്സ് 300 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും 1K ആദ്യം ആവട്ടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ടൈം ലാപ്സ് അതും കൂടി കണ്ടിട്ട് വാ. ഫാം ഇത് നമ്മളെ കെൽപ്പ് ഫാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാക്ടസ് ഫാം ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ടൈം ലാപ്സ്. ഫൈനലി നമ്മൾ 2 ഫാമും കൂടി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഫാക്ടറി ഐലൻഡിൽ മൊത്തം 19 ഫാമായി. 2 ഫാമും കൂടിയും കൂട്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ 2 ഫാം. ഇനി അടുത്തൊരു എപ്പിസോഡോട് കൂടി നമ്മുടെ ഫാക്ടറി ഐലൻഡിലെ പണി ഇവിടെ തീർന്ന് കിട്ടും. അതായത് അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിൻ്റെ എപ്പിസോഡ്. അതായത് എല്ലാ സാധനങ്ങളും വന്നിട്ട് മോനെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി മെയിനായിട്ട് കാത്തുന്നത് എന്താണെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഇപ്പോൾ ഒറ്റക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിനം കൊണ്ടുപോയിന്നറിയോ? ഇത് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇത് നിറയുന്നുള്ളൂ, അതൊന്നും സീനില്ല. പിന്നെ ഇത് നിറയാനായി കണ്ട, അത്ര കൂളായി. കണ്ട, ഇത് ഇത്ര കൂളായി. പിന്നെ അതേപോലെ തന്നെ ഇതും നോക്കി, അതിൻ്റെ അപ്പുറത്തെ ചെസ്റ്റും അതേമാതിരി തന്നെയാണ്. പിന്നെ ഇതും ഇവിടെ നിറഞ്ഞു. പിന്നെ ഇതും ഇവിടെ നിറഞ്ഞു. പിന്നെ ഈ ഫാം
ഈ ഫാമിൽ എന്തായിന്ന് അറിയില്ല. ഈ ഫാമിൽ ഇത്ര കിട്ടിയിരിക്കണ്. ഈ ഫാമിനനുസരിച്ച് ഇതൊക്കെ ധാരാളമാണ്. അപ്പം അതും അവിടെ കിട്ടിയിരിക്കണ്. പിന്നെ ഇപ്പം എന്താ ഷുഗർ കെയിൻ പിന്നെ നോക്കണം. ഞാൻ ഇപ്പം നോക്കില്ല എന്ന് വേണ്ട. അതും ഇതായിക്കണ്. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിലെത്ര ആയി നോക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ 36 കിട്ടി. കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ഉണ്ട്. പിന്നെ ഇത് മോനെ 60 എന്നൊന്നും പറയാനില്ല. കാരണം ഇതിൽ ഓൾറെഡി ഞാൻ 41 വെച്ചിക്കണ്. ബാക്കി എത്ര നിങ്ങൾ കണക്ക് കൂട്ടിക്കോളി. ഇത് ഒരു 41 എക്സ്ട്രാ ഞാൻ അതിൽ വെച്ചിക്കണ്. അപ്പം അതും കണക്ക് കൂട്ടിക്കോളി. പിന്നെ അതന്നെ, പിന്നെ റീപ്ലേ മോഡാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ലാഗ് ഉണ്ടാവും. കാരണം ഈ 10-20 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 30 സെക്കൻഡ് ആക്കി തന്നത്. അപ്പോൾ അതും നിങ്ങളൊന്ന് പരിഗണിച്ച് കാണുക. അപ്പോൾ അതൊക്കെ തന്നെ ഈ 2 ഫാമും നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇനി ഞാൻ ഈ ഫാം കുറച്ചും കൂടി അങ്ങോട്ട് ഉണ്ടാക്കണേന്നു. ഇനിയിപ്പോൾ പൊളിച്ചുണ്ടാക്കാൻ മടി വേണ്ട. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഈ കൽപ്പ് ഫാമിന്ന് വരുന്ന ഔട്ട് ഈ പൈപ്പിലോട്ട് എത്തിക്കണതിൽ നല്ല പാടാണ്. കാരണം ഇത് നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ പൈപ്പ് ഞാൻ മാക്സിമം ഇതിൻ്റെ ഇടയ്ക്ക് ഇത്ര ഒരു ബ്ലോക്കിൽ വെക്കണം, അതും സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതായത് ഇനി അടുത്ത എപ്പിസോഡ്, പിന്നെ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൈപ്പിൻ്റെ എപ്പിസോഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് എപ്പിസോഡാണോ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് സ്റ്റോൺ മെഷീന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു റെഡ് സ്റ്റോൺ മെഷീന്, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ചും കൂടി ഒരു അൾട്രാ വരുന്ന സാധനം. അതൊക്കെ ഞാൻ പറഞ്ഞു തരണം എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതുണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു റെയ്ഡ് കണ്ട് വിളിച്ചിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊരു, നമ്മളെ ബേസിൻ്റെ അടുത്തൊരു പില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്. അതിൽ നിന്നൊരു പില്ലേജർമാരത്തെ ഒരു ഹെഡിനോട് കൊന്നിട്ട് ഒരു റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ ഫാം ഉണ്ടാക്കിയിട്ടല്ല, സ്വന്തം നമ്മൾ ഈ ആർമർ കൊണ്ട് പോയി കൊല്ലണം. ആ ഒരു ചാലഞ്ച് നിങ്ങൾ അതല്ല, നിങ്ങളത് ആ ഒരു ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കണം. അത് പറയൽ നമ്മുടെ എന്താ പറയുക, ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത എപ്പിസോഡ് അതിൽ ആ റെയ്ഡ് നടത്തണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ അൾട്രാ വേരിയൻ്റ് ആ റെഡ് സ്റ്റോൺ സാധനം ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് പറയും. അത് നമുക്ക് അതുപോലെ ചെയ്യാം. പിന്നെ എന്താണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം ഈ എപ്പിസോഡോടുകൂടി പറയുകയാണ്. നമ്മളെ ലാസ്റ്റ് എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോഴിക്കുട്ടിയുണ്ട്. ആ കോഴി എവിടെയെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഓരോ മൂലക്ക ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ മൂലക്കില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പൂച്ചോളാണല്ലോ കൂടുതൽ. കോഴി എവിടെ, അതിന് ഞാൻ കൊന്നോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു കോയിൻ്റെ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ അവിടെ ഉണ്ട് ഈ കോഴി. ഈ ഫാം, അതായത് നമ്മുടെ ഇതുണ്ടാക്കുന്ന 15ാമത്തെ എപ്പിസോഡ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതുകൂടി നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ 20 എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത ഇതുവരെ നമ്മളിപ്പോൾ ഉണ്ടായിരിക്കും ഒക്കെ നന്ദി. അപ്പോൾ ഇനി ഈ പുതിയ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. റൂട്ട് 3 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബ്, നമുക്ക് ഒരു കേക്ക് പെട്ടെന്ന് അടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ചിക്കൻക്ക് ഒരു പേര് കൊടുക്കണം. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിന് ഒരു പേര് കൊടുക്കും. അതായത് ഫാക്ടറി മാനേജർന്ന് അല്ലെങ്കിൽ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു പേര് പറയും, ആ പേര് കൊടുക്കുക. കാരണം ഈ കോഴി നമ്മുടെ 15 എപ്പിസോഡ് ഈ ഒരു ഫാം തുടങ്ങണം മുതലേ ഈ കോഴി ഇവിടെ ഉണ്ട്. കാരണം അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കോഴി മുട്ട തന്നിട്ടുണ്ടായിരുന്നു. ആ മുട്ട തന്നോടുകൂടി അത് സ്വർഗത്തിലോട്ടാണ് പറന്ന് പോയി. അത് എന്താണെന്നൊക്കെ അറിയില്ല. അപ്പോൾ ആ മുട്ട ഞാൻ പൊട്ടിക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഞാനത് പൊട്ടിച്ചു. അപ്പോൾ അന്ന് മുതലുള്ള കോഴിയാണ് ഈ കോഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറ്റി ഇതിൻ്റെ ഓരോ മുക്ക് മൂല അതിനറിയാം. അത് പോയിരുന്ന് അവിടെ വൃത്തികേടാക്കുന്നതാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് മുട്ടിയും തരും. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു കിടിലൻ പേര് നിങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ ഈ 2 ഫാമും കഴിഞ്ഞ് എനിക്ക് അതല്ലേ പറയാറുള്ളൂ. പിന്നെ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ, സി യു ടുമാറോ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ പിറ്റന്നാൾ, അല്ലെങ്കിൽ ദിവസം കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, ബൈ.